അങ്ങ് ദൂരെ എറണാകുളം വരെ പോകാനുള്ള പൊതിച്ചോറാണ്. ആദ്യം തന്നെ ചോറിട്ട് കൊടുത്ത്, പിന്നാണെങ്കിൽ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും ചാമ്പയ്ക്ക അച്ചാറും വെച്ച് കൊടുത്തേ. നല്ല ചുട്ടരച്ച വറ്റൽ മുളക് ചമ്മന്തിയും അതിനോടൊപ്പം ചൂട വറുത്തത്. ഇതെല്ലാം കൂടെ ആയപ്പോൾ തന്നെ നല്ല കൊതി വരുന്നില്ലയോ? പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടെ വെച്ച് നമ്മുടെ പൊതിച്ചോറ് സെറ്റാക്കുവാണ്. ഇതിങ്ങനെ അഴിക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ, പിന്നെ സ്വർഗ്ഗമാണ്. കമൻ്റ് ഇടണേ, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടവരും എല്ലാം. പിന്നെ ഇത് സെറ്റാക്കി അങ്ങോട്ട് വെച്ചിട്ട് നന്ദപ്പൻ്റെ ചോറ് വിളമ്പണ്ടായോ? അങ്ങനെ അവിടെ ലഞ്ച് ബോക്സാണ് അടുത്തത്. ഞാൻ അവളുടെ ലഞ്ച് ബോക്സിലേക്ക് ആദ്യം തന്നെ ചോറിട്ട് കൊടുത്തു. പിന്നെ ആണെങ്കിൽ വെറുതെ പാവയ്ക്കൊന്നും അവൾ കൂട്ടത്തില്ലല്ലോ, മുട്ട വറുത്തയാണ് വെച്ച് കൊടുത്തത്. ചെറിയ ചൂടമീനാവുമ്പോൾ പിന്നെ അവൾക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് മുട്ട വറുത്ത് പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും വെച്ച് കൊടുത്ത്. പിന്നാണെങ്കിൽ ഞാൻ ഓർത്ത് ചമ്മന്തി എന്തായാലും നല്ല എരിവ് കാണുമായിരിക്കും, കുഞ്ഞിനത് എരിവാണെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് തൈര് എടുക്കാമെന്ന് വിചാരിച്ചേ. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഒഴിച്ചെടുത്ത തൈരാണ്, അതുകൊണ്ട് നല്ല മണവും തൈരുമാണ്. ഭയങ്കര രുചിയായിരുന്നു അത് കഴിക്കാനും. അതും കൂടെ സൈഡാക്കി. പിന്നെ ആണെങ്കിൽ കുറച്ച് ചാമ്പയ്ക്ക അച്ചാർ. ഞാൻ പിന്നാണ് ചാമ്പയ്ക്ക അച്ചാറിൻ്റെ കാര്യം ഓർത്തത്. വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അതും വെച്ച് അവളുടെ സെറ്റാക്കി വെച്ച്. പിന്നാണെങ്കിൽ ഞാൻ അവളുടെ ടിഫിൻ ബോക്സ് എടുക്കാൻ മറന്ന്. കാര്യമായിട്ടില്ല, ഓറിയോ ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.